ശബരിമല ടാർഗറ്റ് ആണ്. ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ഇതിന്റെ പോസ്റ്റർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിനെ കാണാനില്ല എന്നുള്ളതാണ്. അവിടെ വരുന്ന ഓരോ അയ്യപ്പന്റെയും കാല് കഴുകി നമസ്കരിച്ചാൽ പോലും 2018 അവർ ചെയ്ത പാപത്തിന് പരിഹാരമാകില്ല. ഈ 2018 എനിക്ക് തോന്നുന്നു ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ. മൂത്രമൊഴിക്കാനെന്നും പറഞ്ഞിട്ട് എന്നെ ഒരു 1.5 കിലോമീറ്റർ ദൂരം ഏതൊക്കെയോ കൊണ്ടുപോയിട്ട് ഈ തിരിച്ചു വരുമ്പോഴേക്കും വൻ പോലീസ് സന്നാഹം അവിടെ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ടോയ്ലറ്റിന്റെ മുന്നിൽ വളരെ നിഷ്കരുണമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എവിടേക്കാന്ന് പറഞ്ഞില്ല. പമ്പ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയില്ല. എന്നെ കൊണ്ടുപോയത് ത്രിവേണി തന്നെ കുറച്ച് മാറി. ചാക്കിൽ ശല്യക്കാരിയായ പൂച്ചേനെ നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോയി. ആ ഭാവത്തിലാണ് അവർ കൊണ്ടുപോയത്. എങ്ങനെയോ ജനൻ ടിവിയുടെ ടീം ആ വണ്ടി കൈമാറുന്ന സ്ഥലത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടു നമ്മൾ അവിടെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ എന്ന് പറയുന്ന തത്വത്തിന്റെ വലിപ്പം എന്താണെന്നോ, ഭക്തജനങ്ങളുടെ വിശ്വാസം ഒരിക്കലും അവർക്ക് കിട്ടില്ല. അവരിനി എവിടെ സംഗമം നടത്തിയാലും ശരി, ഇനി പൊന്നോണ്ട് പൊതിഞ്ഞാലും ശരി, ഒരു ഭക്തന്റെയും വിശ്വാസം അവർക്ക് കിട്ടില്ല. നമസ്തേ. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ മലയാളികളെ പറ്റിക്കാൻ ശ്രമിച്ച ഇടതു സർക്കാരിനുള്ള മറുപടി ശബരിമല അയ്യപ്പ വിശ്വാസ സംരക്ഷണ സംഗമം. ഈ സംഗമത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ KP ശശികല ടീച്ചറാണ്. ടീച്ചറെ നമസ്തേ. നമസ്തേ. ഈ ഹിന്ദു വിശ്വാസങ്ങളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നോവിക്കുക എന്ന് പറയുന്നത് ചിലർക്ക് അത് ഒരു ആനന്ദമാണെന്ന് തോന്നുന്നു. കാരണം 2018 നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങള്, ഭക്തരുടെ കണ്ണീര് ഒഴുകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന്റെ മുറിവൊന്ന് ആറിത്തുടങ്ങുമ്പോഴേക്കും ഇപ്പൊ ഒരു എന്താ പറയാ ഭക്തസംഗമമാണെന്ന് പറഞ്ഞിട്ടൊരു നിക്ഷേപ തട്ടിപ്പ് നടത്തുകയാണ്. എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഇവിടെ ഹിന്ദു ധർമ്മത്തെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ മതവിശ്വാസങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഈ ഹിന്ദു ധർമ്മം, അതായത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റു മതവിശ്വാസങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് എല്ലാം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒരു 10,000-2000 വർഷത്തിലധികമായിരുന്നു ഇതെല്ലാം തെറ്റാണ് എന്ന് പലരും പറയുന്നത്. പക്ഷെ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കാത്തൊരു സ്ഥലം ഭാരതമാണ്. രാഷ്ട്രീയമായ അധികാരം നേടിയിട്ടും അവർക്ക് വിശ്വാസത്തെ കാര്യമായി ഇവിടെ തകർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇപ്പോൾ സ്വാതന്ത്ര്യം വരെ ഇവിടെ വൈദേശിക ശക്തികളെല്ലാം വന്നത് ഇന്ത്യയുടെ സമ്പത്ത് മാത്രം ലക്ഷ്യമാക്കിയല്ല, ഒപ്പം അവരിവിടുത്തെ മതവും കക്കുക എന്ന ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവർക്കത് നടന്നില്ല. ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോൾ അകത്തുള്ള ശക്തികൾ അവരുടെ പിണിയാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്തരം ശ്രമം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്, പൊതുവെ ദക്ഷിണേന്ത്യയിൽ അതുണ്ട്, അത് ഏറ്റവും നമുക്ക് പ്രകടമായി കാണാവുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോ വിഷയവും എങ്ങനെ സനാതന ധർമ്മത്തിന് ദോഷമായി മാറാമോ ആ തരത്തിലേക്ക് അതിനെ മാറ്റാനുള്ള പരിശ്രമം നമ്മൾ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും അവസാനത്തെ ഒരു അധ്യായമായിട്ട് ഇപ്പോഴുള്ളതിൽ അവസാനത്തെ തന്നെ പറയാമോ. ഇവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പ നിക്ഷേപ സംഗമം, അത് ആഗോള നിക്ഷേപ സംഗമം. ഇതില് അയ്യപ്പൻ എന്ന പേര് എങ്ങനെ വന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഒരു ആഗോള നിക്ഷേപ സംഗമമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പറയുമ്പോ നമ്മള് ഒരു വിശ്വാസ സംരക്ഷണ സംഗമം നടത്തുന്നുണ്ട് പന്തളത്ത്. ശരിക്കും നമുക്ക് പമ്പയിൽ നടത്താമായിരുന്നു, പക്ഷെ നമ്മള് പന്തളമാണ് അതിന് വേദിയായി തെരഞ്ഞെടുത്തത്. പക്ഷെ ഇവിടെ ഭക്തരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പമ്പയിലാണ്. എത്രയോ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടാക്കി. അല്ലെങ്കിൽ പമ്പ എന്ന് പറയുന്നത് പൂങ്കാവനം എന്ന് പറയുന്ന പുണ്യമായ ഭൂമിയിലെ ഭാഗമാണ് പമ്പ. ആ പമ്പയെ എന്താ പറയാ കരുവാക്കുകയാണ് ചെയ്തത് എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും. ഇപ്പൊ 2018 അയ്യപ്പ ഭക്തർ ഏറ്റവും അധികം നെഞ്ച് തകർന്നു നിന്ന സമയമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പ്രതികരണങ്ങൾ ഒന്നും തന്നെ പമ്പയിൽ നിന്ന് അപ്പുറം ഉണ്ടാകാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നാമജപഘോഷയാത്രകൾ നടത്തിയതും എല്ലാം നമ്മൾ പമ്പയ്ക്കിപ്പുറമായിരുന്നു. നിലയ്ക്കൽ വരെ, നമ്മൾ നിലയ്ക്കലാണ് അമ്മമാരുടെ ഒരു സംഗമം നടത്തിയത്. നിലയ്ക്കലാണ്. പറഞ്ഞ പോലെ പമ്പയിൽ ഒരു പരിപാടി നടത്താൻ നമുക്ക് സാധിക്കാഞ്ഞിട്ടല്ല. പക്ഷേ മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ മഹിഷികൾ വരുന്നുണ്ടെങ്കിൽ അവരെ കാക്കൽ നമുക്ക് അവിടെ നടക്കുള്ളൂ. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ നമുക്ക് സാധിക്കുള്ളൂ. അത് നടന്നിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഒരു പ്രതികരിക്കാനുള്ള വേദിയായിട്ട് നമ്മൾ അവിടെ മാറ്റിയിട്ടില്ല.
നമ്മൾ നിലയ്ക്കൽ വരെയാണ് അത്തരം സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് അത് പുണ്യ പൂങ്കാവനമാണ്. 18 അതായത് പുണ്യ പൂങ്കാവനമാണ്. അതിനെ സംരക്ഷിക്കാനുള്ള ആ ഒരു ബാധ്യത ഭക്തനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഭക്തിയില്ലാത്തവർക്ക് എവിടെ കയറി നിരങ്ങിയാലെന്ന് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഹിൽ ടോപ്പിൽ വരെ. കാരണം നമുക്ക് പിന്നെ ഭക്തജനങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യരുതെന്നും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഹിൽ ടോപ്പ് വരെ ഇപ്പൊ അവർ കൊണ്ടുപോയി പന്തൽ കെട്ടിയിരിക്കുകയാണ്. പറയുന്നത് പ്രകൃതിദത്തമാണ്, മറ്റേ ഹരിതമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത്രയും പ്രകൃതി ലോലമാണ് എന്നും ചില വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷെ അവിടെ വരെ കൊണ്ടുപോയിട്ട് ഹിൽ ടോപ്പ് വരെ കൊണ്ടുപോയി നടക്കുന്നു. ഇവിടെ ഇപ്പൊ ഇത് നിക്ഷേപം ഇവർ പറയുന്നു ക്രൗഡ് മാനേജ്മെന്റ് ആണ് വിഷയം, അതുമല്ലെങ്കിൽ ശബരിമലയിലെ വികസനമാണ് വിഷയം. ഈ ഒരു വലിയൊരു ആൾക്കൂട്ടം 3000-4000 ആൾക്കൂട്ടം ഇരുന്നിട്ട് എന്ത് പ്ലാനിങ് നടക്കുന്ന ഈ പറയുന്നത്? നമ്മളൊക്കെ പലവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മൾ, പലവിധ പ്ലാനിങ്ങുകളിൽ പങ്കാളികളായിട്ടുള്ളവരാണ് നമ്മൾ. ഇപ്പൊ ഏതൊരു ജനറൽ ബോഡി കൂടി കഴിഞ്ഞാലും അതിൽ നിന്നൊരു എക്സിക്യൂട്ടീവ് എടുക്കും കാര്യമായി പ്ലാനിങ് എന്ത് നടക്കണം എന്നുണ്ടെങ്കിൽ. ഈ ഒരു ദിവസം ഒരു ആൾക്കൂട്ടം വന്നിരുന്നാൽ ക്രൗഡ് മാനേജ്മെന്റ് നടക്കും. ക്രൗഡ് മാനേജ്മെന്റ് എത്രമാത്രം പഠനം നടത്തി അതിന് അത്രയും ആ രംഗത്ത് വിദഗ്ധർ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവിടുന്ന് ഓടി വരുന്നവരല്ല ക്രൗഡ് മാനേജ്മെന്റിനെ പറ്റി അഭിപ്രായം പറയേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ വികസനമാണെങ്കിലും ഇങ്ങനെയല്ലല്ലോ നടത്തേണ്ടത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വലിയൊരു സംശയം നമ്മുടെ. അത് പമ്പ വേണ്ടായിരുന്നു, ഈ കാട്ടിക്കൂട്ടൽ പമ്പയിൽ വേണ്ടായിരുന്നു. ഈ നിക്ഷേപകർക്ക് വരാൻ എവിടെയും സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ അവിടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഉണ്ടല്ലോ, ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ദേവസ്വം ബോർഡിന്റെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് 75ാം വാർഷികവുമായി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഗമം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തിരുവിതാംകൂറിലാണ്, തിരുവനന്തപുരത്താണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ശബരിമല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ ഒന്ന് മാത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ തന്നെ നടത്തിക്കൊള്ളണം എന്നില്ല. അത് ഇപ്പൊ അവിടെ ചെയ്തത് നമ്മളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസ്, പമ്പ ശബരിമല മരാമത്ത് വകുപ്പിന്റെ ഓഫീസ് കഴിഞ്ഞ 2-3 ആഴ്ചയായി പ്രവർത്തിച്ചിട്ടേ ഇല്ല. ആ ഓഫീസ് വരെ രൂപമാറ്റം വരുത്തി ഇവർക്കുള്ള ബെഡ്റൂമുകൾ ഉണ്ടാക്കുകയാണ്. അവിടുത്തെ വകുപ്പ് മേധാവിയുടെ ചേംബർ വരെ മാറ്റിയിരുന്നു പറയുന്നത്. അപ്പോ മണ്ഡലകാലം വരാൻ 2 മാസം ഇല്ലേ ഇനി. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നടത്താണ്ടെന്ന് അതിന് നേതൃത്വം കൊടുക്കേണ്ടെന്ന് ഓഫീസ് 2-3 ആഴ്ചയായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ഈ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് പോയി നടത്തിയേ പോരെ. പമ്പയിൽ സാമാന്യം വലിയ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പൊ അതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഓഫീസുകൾ അടക്കം നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഒപ്പിച്ചു വന്നത്. ഇപ്പൊ നമുക്കറിയാം ഇനി എന്തൊക്കെ കാണിച്ചാലും എന്താ പറയാ, ഇവരെല്ലാരും പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു കാപ്സ്യൂൾ എന്ന രൂപേണ പറയുന്നുണ്ട് 2018 ചെയ്ത പാപകർമ്മത്തിന് ഒരു പരിഹാരം എന്നോണമാണ് ഈ ഒരു സംഗമം നടത്തുന്നുള്ള ഒരു കാപ്സ്യൂൾ അത് ഉണ്ട്. പക്ഷെ ഇവർ എന്തൊക്കെ പറഞ്ഞു 2018 നടന്നത് ശരിക്കുമുള്ള ഒരു അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ച് മറക്കാൻ സാധിക്കുന്ന ഒന്നാണോ? ടീച്ചർ അവിടെ കൃത്യമായി പോയി, കൃത്യമായി ആ ഭക്തര് അമ്മമാരുടെ ഒക്കെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. അവരുടെ വികാരങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ടീച്ചർക്ക് തോന്നുന്നുണ്ട് അവരുടെ മനസ്സിലെ ആ മുറിവിനെ അതിന് മായ്ക്കാൻ പറ്റുന്നത്? അത് മായ്ക്കാൻ സാധിക്കില്ല. ഇപ്പോ ഞാൻ പറഞ്ഞിട്ട് ദീർഘവർഷങ്ങൾ എടുത്ത് അവിടെ വരുന്ന ഓരോ അയ്യപ്പന്റെയും കാല് കഴുകി നമസ്കരിച്ചാൽ പോലും, ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് ദിവസേന എന്നോണം അവിടെ വരുന്നുണ്ട്. ആ അയ്യപ്പന്മാരുടെ മുഴുവൻ കാല് കഴുകി നമസ്കരിച്ചാൽ പോലും 2018 അവർ ചെയ്ത പാപത്തിന് പരിഹാരമാകില്ല. കാരണം ചില പാപങ്ങൾക്ക് പരിഹാരമില്ല. ഈ തരത്തിലാണ് അവിടെ ചെയ്ത ആ പാപത്തിന് പരിഹാരമില്ല. കാരണം അതൊരു ആവശ്യത്തിന്റെ പുറത്ത് ചെയ്തതല്ല, ഒരു നവോത്ഥാനത്തിന്റെ പുറത്ത് ചെയ്തതല്ല, ഒരു വാശിയുടെയും അഹങ്കാരത്തിന്റെയും പുറത്ത് ചെയ്തതാണ്, ഒരാളുടെ ആവശ്യത്തിന്റെ പുറത്തുമല്ല. ഭക്തർക്ക് ആവശ്യമുണ്ടെങ്കിൽ നടപ്പാക്കണം, ചിന്തിക്കാം. ഭക്തർക്ക് ആവശ്യമില്ല. ഇപ്പോൾ തിരുവിതാംകൂർ ക്ഷേത്രങ്ങൾ പല ക്ഷേത്രങ്ങളിലും ഷർട്ടിട്ട് കയറുന്നതിനെ പറ്റിയിട്ട്, കാരണം ഭക്തർ ആവശ്യപ്പെടുമ്പോൾ അതാത് ക്ഷേത്രങ്ങളിൽ ചർച്ച ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ. തന്ത്രിയും അവിടുത്തെ കാര്യങ്ങളോട് ചെയ്താൽ സനാതന ധർമ്മത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ ആരാണ് ആവശ്യക്കാരുണ്ടായിരുന്നത്? ഭക്തർക്കാർക്കും ആവശ്യമില്ല. അതൊരു വൈവിധ്യം എന്ന നിലയിൽ സംരക്ഷിച്ച് നിർത്തേണ്ടിയിരുന്ന ഒന്നായിരുന്നു അത്. കാരണം എല്ലാ ക്ഷേത്രവും ഒരുപോലെയല്ല, ഓരോ ക്ഷേത്രത്തിനും ഓരോ മാതിരിയാണ്. അപ്പൊ ആ വൈവിധ്യങ്ങളൊക്കെ ഒന്നാക്കിയാൽ നമുക്ക് യൂണിറ്റിയെ വേണ്ടു, യൂണിഫോമിറ്റി വേണ്ട. സനാതന ധർമ്മത്തിൽ യൂണിഫോമിറ്റി സാധ്യമല്ല. ഈ വൈവിധ്യങ്ങളാണ് ഇതിന്റെ സൗന്ദര്യം. സനാതന ധർമ്മത്തിന്റെ സൗന്ദര്യം അതാണ്. അത് നിലനിർത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഒരു വാശി പോലെ, ആരോടോ ഉള്ള വാശി തീർക്കാൻ എന്ന പോലെ ഒരു കോടതി വിധി അവിടെ കിടക്കുമായിരുന്നു. കോടതി വിധി അല്ല ഇവിടെ കുഴപ്പമായത്. 2018 സെപ്റ്റംബർ 28 വന്ന കോടതി വിധി അവിടെ ഈ ആകെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടിയിരുന്നത് പമ്പയിൽ വെച്ച ബോർഡ് എടുത്ത് മാറ്റിയാൽ മതി. പമ്പയിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇന്ന നിയമപ്രകാരം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പ്രായത്തിൽപ്പെട്ട യുവതികൾക്ക് അല്ലെങ്കിൽ ഈ 10 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കോടതി അത് അങ്ങനെ ഒരു ഉത്തരവ് അല്ല, ആ നിയമം
അത് മറ്റേ വിലയിൽ അല്ലെങ്കിൽ ആ നിയമത്തെ എടുത്ത് കളഞ്ഞതോടുകൂടി ദേവസ്വം ബോർഡ് ആ ബോർഡ് അവിടുന്ന് മാറ്റിയാൽ തീരേണ്ട ഒറ്റ ഉത്തരവാദിത്തമേ ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. ബാക്കി ഒരു കാട്ടിക്കൂട്ടലും കേരള സർക്കാർ ചെയ്യേണ്ടിയിരുന്നില്ല. ഒരു ഭക്തരും ചെല്ലൂല. ആ ബോർഡ് അവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ബോർഡ് കണ്ടിട്ടൊന്നല്ല ആരും പോവാതിരുന്നിരുന്നത്. ബോർഡ് ആരുടെയും ശ്രദ്ധയിൽ പോലും പെട്ടിട്ടുണ്ടാവില്ല. ബോർഡ് കാണണമെങ്കിൽ അവിടെ ചെല്ലണമല്ലോ, അവിടെ വരെ ആരും പോവാറില്ലല്ലോ. അപ്പൊ അതെടുത്തു മാറ്റിയാൽ കോടതി പറഞ്ഞ ബാധ്യത അവർക്ക് തീർന്നു. അല്ലാതെ കോടതി ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇത്ര ദിവസത്തിനകം അവിടെ റിപ്പോർട്ട് കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അനാവശ്യമായി ഭക്തരെ വെറുപ്പിക്കാനും വേദനിപ്പിക്കാനും വേണ്ടി, വെറുപ്പിക്കലേക്കാൾ ഉപരി വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. നമുക്കൊരു ഓർക്കാൻ പോലും മടിയാണ് അന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന്. ഒരു ഭരണകൂടം, ഒരു ജനാധിപത്യ ഭരണകൂടം പോയിട്ട് ഒരു സ്വേച്ഛാധിപതി പോലും ഇതുപോലെ ജനങ്ങളോട് പെരുമാറി. ഇപ്പോ ടീച്ചർ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ആ ഒരു നമുക്കറിയാം സ്ത്രീകൾക്ക് ഒരു തുല്യ പ്രാധാന്യം വേണം ശബരിമലയിൽ, ഇതാണ് വാദം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ കുറച്ച് സ്ത്രീകളെ അതിനുള്ളിലേക്ക് കയറ്റാനുള്ള പരിശ്രമമൊക്കെ നടത്തിയത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇപ്പൊ അയ്യപ്പനോട് സ്നേഹം ഉണ്ടാവാതിരിക്കില്ല ഒരിക്കലും. ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ ശബരിമലയിൽ പോയിട്ട് അയ്യപ്പനെ കാണണമെന്ന്? ഇല്ല, ആ ഒരു പ്രായത്തിൽ നമ്മൾ അതിനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. അതെ, നമുക്ക് ആ ഒരു പ്രായമായാൽ പോകാൻ സാധിക്കും എന്നുള്ളത് അതൊരു ആകാംക്ഷയോടുള്ള കാത്തിരിക്കല. സ്വന്തം മകനെ കാണാൻ പോകുന്ന ഒരു ഭാവത്തിലേക്ക് അപ്പം നമ്മൾ മാറുകയാണ്. അതുവരെ നമുക്ക് തോന്നുന്ന ആ ഒരു ഭാവമല്ല. കാരണം നമുക്ക് ആ 50 വയസ്സിന് ശേഷം ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു മകനെ കാണാൻ പോകുന്ന ഒരു വാത്സല്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളും അതുമല്ലെങ്കിൽ പൊതുവെ ശരീരശാസ്ത്രത്തെ പറ്റി അറിയുന്നവരൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് മെനോപോസ് വരുമ്പോഴേക്കും ഭയങ്കരമായ വൈകാരികമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകൾ അവർക്ക് ആ വൈകാരിക തലം വരില്ല. കാരണം അവരിത് കാത്തിരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ശബരിമലയ്ക്ക് പോകാൻ എന്നുള്ളത്. അപ്പൊ അവരുടെ ഇത്തരം വൈകാരിക വിക്ഷോഭങ്ങളൊന്നും ഒരു പക്ഷേ ആ മെനോപോസ് സമയത്ത് കേരളത്തിലെ സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകൾ അനുഭവിക്കില്ല. കാരണം അവര് എന്തോ കാത്തിരിപ്പ് 10 വയസ്സ് മുതൽ അതൊരു കാത്തിരിപ്പ് സഫലമാകുകയാണ്. അപ്പൊ അവരുടെ ആ വൈകാരിക വിക്ഷോഭങ്ങൾ പോലും അവസാനിക്കുന്നത് ഈ അയ്യപ്പനെ കാണാനുള്ള ആ മോഹം കൊണ്ടാണ്. ഒരു സ്ത്രീയും അതിൽ അയ്യോ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഒരാൾക്കും ഇല്ല. ഞങ്ങൾ ആദരിക്കപ്പെടുന്നു എന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന എല്ലാവർക്കും വ്രതവിശുദ്ധിയോടുകൂടി നമ്മൾ വെച്ച് വിളമ്പി കൊടുക്കുന്നു, കെട്ടുനിറയിൽ പങ്കെടുക്കുന്നു. അതിലൊന്നും നമുക്കൊരു വിലക്കില്ല. ശരണം വിളിക്കാൻ വിലക്കില്ല. നെയ്ത്തേങ്ങ നിറച്ചു കൊടുക്കുന്നു. പലപ്പോഴും നമ്മുടെ നെയ്ത്തേങ്ങ നിറച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും, എല്ലാവരും നമ്മുടെ നെയ്ത്തേങ്ങ നിറച്ചു. അതിലൊക്കെ സംതൃപ്തരായിരുന്നു ഇവിടെയുള്ളവർ. ഞാനത് ചോദിക്കാൻ കാരണം, അത് ഒഫൻസീവായിട്ട് ചോദിച്ചതല്ല, ഞാൻ ചോദിക്കാൻ കാരണം ശരിക്കുമുള്ള ഒരു ഭക്തയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. ഒരു ഭക്തയ്ക്ക് തോന്നിയിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു ആദി ഇപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞങ്ങളെയൊക്കെ വിടുക, ഞങ്ങളൊക്കെ ഹിന്ദു സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ്. ഇവിടെ SFI ഇല്ലേ, DYFI ഇല്ലേ, CITU വിഭാഗമില്ലേ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ഇവർക്കാർക്ക് വിപ്ലവത്തിന് ഒട്ടും കമ്മിയില്ലല്ലോ. അന്തത്തിനെ കമ്മിയുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. വിപ്ലവത്തിന് ഒട്ടും കമ്മിയില്ലല്ലോ ഇവർക്ക്. ഏതെങ്കിലും കാലത്ത് ഇവരുടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഇവരൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞിട്ട്? ഇല്ല. ഈ വിലക്കെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഏതെങ്കിലും ഒരു പ്രമേയം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അത് മലയാളിയുടെ ആവശ്യമല്ലാത്തതുകൊണ്ടല്ലേ അവർ അത്തരത്തിൽ ഉന്നയിക്കാത്തത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും യുക്തിവാദ സംഘടനയോ ആരെങ്കിലും ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ശബരിമലയിൽ ഒന്ന് പോകണം, അല്ലെങ്കിൽ ശബരിമലയിലെ ഈ യുവതീ വിലക്ക് എടുത്തു കളയണം. അപ്പൊ ആ ഭക്തർക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രങ്ങളിൽ നടന്ന നവോത്ഥാനമൊക്കെ ഭക്തരുടെ ആവശ്യപ്രകാരം നടന്നതാണ്. ഇത് ഭക്തർക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ധാരാളം നിവേദനങ്ങളും പ്രതിഷേധവും ഒക്കെ നടന്നിട്ടാണ് ക്ഷേത്രങ്ങളിലെ പല നവോത്ഥാനവും നടന്നത്. ഇവിടെ ആരും ഒരു നിവേദനം കൊടുത്തിട്ടില്ല, ഒരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല, ഒരു പ്രസ്താവന പോലും ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കാരണം അവിടെ ഇപ്പൊ ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ എത്ര സ്ത്രീകൾ വന്നു കേരളം എന്ന് പറഞ്ഞിട്ട്, അതിൽ എത്ര പേരുടെ ഉള്ളിൽ ഭക്തി കണ്ടു എന്നുള്ളൊരു ചോദ്യം കൂടി. ആ വന്നവരുടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഈ നിയമം നടപ്പാക്കിയതിന്റെ വിധി അല്ലെങ്കിൽ രീതി എത്രമാത്രം ക്രൂരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഓടി വന്നവരുടെ ഒക്കെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ മതി. ഈ 2018 എനിക്ക് തോന്നുന്നു ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ. പിന്നെ മറക്കാൻ പറ്റായല്ല, ഓർക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം മറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് മറന്നു പോവില്ല. കാരണം അത്രയും മനസ്സിൽ ഇപ്പൊ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഉള്ളിൽ കൊണ്ടൊരനുഭവം എന്ന് പറഞ്ഞാൽ അത് ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ധാരാളം കാണിച്ചതാണ്. ഞാനിപ്പോ ദർശനത്തിന് വേണ്ടി വ്രതമെടുത്ത് കെട്ടെടുത്ത് പോയ എന്നെ ഒരു സൂചന പോലും തരാതെ മരക്കൂട്ടം വരെ എത്തിച്ചു. എന്നെ അവർക്ക് തടയണമായിരുന്നുവെങ്കിൽ അവർക്ക് പമ്പയിൽ തടയാമായിരുന്നു, നിലയ്ക്കൽ തടയാമായിരുന്നു. ഈ നിലയ്ക്കൽ എന്നെ മാധ്യമങ്ങൾ കണ്ടതാണ്.
ഞാൻ കെട്ടുനിർത്ത സ്ഥലത്ത് എന്നെ മാധ്യമങ്ങൾ കണ്ടതാണ്, നിലയ്ക്കൽ എന്നെ മാധ്യമങ്ങൾ കണ്ടതാണ്, ഈ വഴിനീളെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമുണ്ട്. മല കയറിയാൽ ദർശനം നടത്തുക എന്നുള്ളത്. ഈ മല കയറി മരക്കൂട്ടത്ത് എത്തുന്നവരെ എന്തുകൊണ്ട് എന്നെ തടഞ്ഞില്ല? മരക്കൂട്ടത്ത് എത്തിയപ്പോഴും എന്നെ മാത്രം തടഞ്ഞു വെക്കുക, എൻ്റെ കൂടെ ഉള്ളവരോട് നിർബന്ധപൂർവ്വം മല കയറി പോകാൻ പോകും. അപ്പൊ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണതിന് മിനിമം ചില മര്യാദകളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ വന്ന ഒരാളെ പോലും കൂടെ നിർത്താൻ സമ്മതിക്കാതെ അവരെയൊക്കെ മലയിലേക്ക് കയറ്റിവിടുമായിരുന്നു. പക്ഷെ അവരുടെ ഈ പറഞ്ഞ പോലെ സംഘടന ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ നിന്നു. അവരെ കയറ്റിവിടാനുള്ള ഭഗീരഥ പ്രയത്നം ഇവർ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഞാൻ കെട്ട് നിറച്ച് അവിടെ എത്തി ഇവരെ തടഞ്ഞു വെച്ച് 7 മണിക്കൂറോളം സമയം. അപ്പൊ ഈ മലയൊക്കെ കയറി ഇത്രയും ചെന്നു 7 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ മനുഷ്യനാണല്ലോ പ്രാഥമിക ആവശ്യങ്ങൾ എന്തായാലും വേണമല്ലോ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകണം. അപ്പൊ അവർ ആദ്യം പറഞ്ഞു ചിന്തിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഒന്ന് മൂത്രമൊഴിക്കാനുള്ള അവസരമാണ് ഈ ചോദിക്കുന്നത്, നമ്മളെ അവിടെ തടഞ്ഞു വെച്ചിട്ട്. അവസാനം അവർ പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. വലിയ പോലീസ് സന്നാഹവും വനിതാ പോലീസും ഒക്കെ ആയിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ അടുത്തില്ലാണ്ടല്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു 1.5 കിലോമീറ്റർ ദൂരം എന്നെ ഉള്ളിൽ കൂടി അവർ കയറ്റിക്കൊണ്ടുപോയി, എന്നെ ഒറ്റയ്ക്ക്. മൂത്രമൊഴിക്കാനാന്നും പറഞ്ഞിട്ട് എന്നെ ഒരു 1.5 കിലോമീറ്റർ ദൂരം ഏതൊക്കെയോ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് വെച്ചു. അവിടെ കഴിഞ്ഞിട്ട് ഇവരെന്തൊക്കെയോ നാടകം, നമ്മളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നില്ല. പക്ഷെ തിരിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറിലധികം നേരം എടുത്തു തിരിച്ചു. ഈ തിരിച്ചു വരുമ്പോഴേക്കും വൻ പോലീസ് സന്നാഹം അവിടുന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ടോയ്ലറ്റിന്റെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അയ്യപ്പന്റെ അനുഗ്രഹമാണോ എൻ്റെ നാക്കിന്റെ ബലമാണോ എനിക്കറിയില്ല, ഞാൻ വളരെ കർശനമായിട്ട് പറഞ്ഞു, ഇവിടുന്ന് എന്നെ തൊടില്ല പറഞ്ഞു. എൻ്റെ കെട്ടിരിക്കുന്നത് മരക്കൂട്ടത്താണ്, എൻ്റെ കെട്ടിരിക്കുന്നിടത്തുനിന്നല്ലാതെ നിങ്ങൾക്ക് എന്നെ തൊടാൻ പറ്റില്ല. അത് അത്രയും കർശനമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇവിടുന്ന് മാധ്യമങ്ങളൊക്കെ ഓടി വന്നു. അതുകൊണ്ട് അവിടുന്ന് അറസ്റ്റ് ചെയ്തില്ല, ഞാൻ നേരെ വന്ന് മരക്കൂട്ടത്ത് വന്നു. പിന്നെ ഇവരുടെ ആലോചനകളൊക്കെ നടന്നു. കാരണം പല പോലീസ് ഓഫീസേഴ്സും അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം എന്ത് കുറ്റത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യണം? അങ്ങനെയാണ് ആലോചനകളൊക്കെ നടന്ന് രാത്രി 1:30-2 മണി വരെ. 2 മണിക്കാണ് വളരെ നിഷ്കരുണമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. കൂടെ ഉള്ളവരോട് എങ്ങടാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ പറയണല്ലോ, എന്ത് കുറ്റത്തിന്റെ പുറത്താ കൊണ്ടുപോകണം. അന്നാത് ആ സമയത്ത് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നിയമമുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളെ അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഈ മറ്റേ വനം വകുപ്പിന്റെ ആംബുലൻസിലാണ് ഈ മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്യുന്ന ആംബുലൻസിലാണ് നമ്മളെ അവിടുന്ന് ഇറക്കി കൊണ്ടുവരുന്നത്. അതിനുള്ളിലൊക്കെ കറക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു വിധം ആ രൂപത്തിലാണ് നമ്മളെ അവിടുന്ന് ഇറക്കിയേക്കും. ഈ കെട്ട് നിറച്ചിട്ട് കെട്ടുമായി തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ബാക്കിയൊക്കെ നമുക്ക് വെറുക്കാം. കെട്ടുമായി തിരിച്ചിറങ്ങുക എന്നുള്ള ഒരു ആചാര ലംഘനം നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വേദന. നെയ്ത്തേങ്ങ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അയ്യപ്പന് അഭിഷേകം കഴിക്കേണ്ട നെയ്ത്തേങ്ങ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഈ നെയ്ത്തേങ്ങയുമായിട്ട് നമ്മൾ മല തിരിച്ചിറങ്ങുകയാണ്. അപ്പൊക്കെ കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ വിശ്വാസത്തിൽ കൂടി വളർന്ന ആളുകളാണ്. യുക്തിയൊന്നും അവിടെ അപ്പൊ വിലപ്പോവില്ല. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ബാക്കി എല്ലാറ്റിനേക്കാൾ കൂടുതലായിരുന്നു. ഈ കെട്ടുമെടുത്തിട്ട് എവിടേക്കാന്ന് പറഞ്ഞില്ല. പമ്പ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയില്ല. എന്നെ കൊണ്ടുപോയത് ത്രിവേണി സ്ഥലത്ത് കുറച്ച് മാറിയിട്ട്, ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പോലീസിന്റെ വണ്ടിയിലേക്ക്. അപ്പൊ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം അതിനു മുൻപ് തന്നെ ധാരാളം ആളുകളെ അവർ പല പല വിധത്തിലില്ലാണ്ട്. അപ്പൊ അവർക്ക് എളുപ്പമായിരുന്നു. അവർക്ക് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ശത്രുതയിൽ നിൽക്കുന്നത് ഞാനാണ്. അപ്പൊ എവിടെ വേണേ കൊണ്ടുപോയി അവർക്ക് കളയാൻ പറ്റും. ഒരു ചാക്കിൽ ശല്യക്കാരിയായ പൂച്ചേനെ നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോയില്ല, ആ ഭാവത്തിലാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ എൻ്റെ ഗുരുത്വമൊന്നോ അല്ലെങ്കിൽ എന്താ എനിക്ക് പറയാൻ വയ്യ, ആരുടെ പുണ്യം എനിക്ക് നിശ്ചയില്ല. എങ്ങനെയോ ജനൻ ടിവിയുടെ ടീം ആ വണ്ടി കൈമാറുന്ന സ്ഥലത്തെത്തി. വേറൊരു മനുഷ്യൻ, ഒരു മാധ്യമം അവിടെ എത്തിയിട്ടില്ല, ആരും എത്തിയിട്ടില്ല. ജനൻ ടിവിയുടെ ഒരു ടീം അവിടെ എത്തി. അതുകൊണ്ടാണ് ഈ ഇന്ന വണ്ടിയിലാണ് കയറ്റി കൊണ്ടുപോണത് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞത്. അത്രയും ക്രൂരതയാണ് അവർ കാണിച്ചത്. പിന്നെ അതിനുശേഷം എൻ്റെ പേരക്കുട്ടികളെ ചോറ് കൊണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് 12ാമത്തെ വർഷമാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയായാൽ ശബരിമലയിൽ ചോറ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ നേർന്നിട്ടുള്ളതാണ്. പക്ഷെ അത് ആ സമയത്ത് പറ്റിയില്ല, പ്രളയം വന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കുട്ടികൾക്ക് ചോറ് കൊടുക്കേണ്ടിയിരുന്ന സമയം മിഥുനമാസമൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴേക്കും പ്രളയം വന്നിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. പ്രളയം തീർന്നിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോഴൊക്കെയാണ് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ വൃശ്ചികത്തിൽ അവർക്ക് വയസ്സുകയും ചെയ്യും. അപ്പൊ അതിന്റെ മുന്നേ കൊണ്ടുപോകണം. അപ്പൊ പിന്നെ അവസാനം ഞാൻ മരുമകളോട് പറഞ്ഞു, വേണ്ട, നമുക്ക് എന്നാല് അയ്യപ്പന് പൈസയൊക്കെ ഒഴിഞ്ഞു വെച്ചിട്ട് അടുത്ത വർഷം ഈ പ്രശ്നമൊക്കെ തീർന്നത്. അപ്പൊ അവൾക്ക് അതൊരു വലിയ വിഷമം. ഇത്രയും കഴിഞ്ഞിട്ട് അയ്യപ്പൻ അനുഗ്രഹിച്ചതല്ലേ, ഒന്നും ഉണ്ടാവില്ല, അമ്മ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കുക പറഞ്ഞാണ് ഞാനും അവളുടെ അമ്മയും ഇരട്ട കുട്ടികളെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അന്നാണ് യതീഷ് ചന്ദ്രന്റെയും ടീമിന്റെയും മറ്റേ നിലയ്ക്കൽ വെച്ചിട്ടായ ആ പെർഫോമൻസ് മുഴുവൻ. നമ്മുടെ കുട്ടികൾക്ക് വായിലൊന്ന് അന്നം തേച്ചു കൊടുക്കാം. മനസമാധാനത്തോടെ കുട്ടികൾ വായിൽ അന്നം തേച്ചിട്ടില്ല. ഈ പോലീസ് രാജ്യം ബഹളവും ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ മാത്രമല്ല, എല്ലാ അയ്യപ്പ ഭക്തരെ എത്ര പേരെ സന്നിധാനത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നു? 100-100 പേരെ പിടിച്ച് കെട്ടോടുകൂടി തിരിച്ചിറക്കില്ല. ആ കെട്ട് പന്തർത്ത് സൂക്ഷിച്ചു വെക്കേണ്ടി വന്നില്ലേ ദീർഘകാലം?
ഇപ്പോഴും കേസും കൂട്ടമായിട്ട് നടക്കുന്നു. എത്ര കേസ്? 993 കേസില് പ്രതിയാണ് ആ വിഷയം. ഇത് സർക്കാർ പറഞ്ഞ കണക്കാട്ടോ. എനിക്ക് നിയമസഭയിൽ കേരള സർക്കാർ പറഞ്ഞതാണ് 993 കേസ് ഞങ്ങൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതായത് ജനുവരി 2, 3 തീയതികളിൽ ഈ മറ്റേ അവിടെ യുവതീ പ്രവേശനം ഇവർ നടത്തിയ ജനുവരി 2, 3 തീയതികളിൽ കേരളത്തിൽ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ കേസുകളിലും ഞാനടക്കമുള്ളവർ പ്രതിയാണ്. ഞാൻ, ഡോക്ടർ സെൻകുമാർ, മറ്റേ SJR കുമാർജി, ഞങ്ങളൊക്കെ എല്ലാ കേസിലും. അപ്പം അത് എത്ര കേസുണ്ട് എന്ന് ചോദിച്ചാൽ 993 കേസ്. ഒരു 240 കേസൊക്കെ ഇപ്പോൾ വിളിച്ചു തുടങ്ങിയിരിക്കണം. ഇങ്ങനെയൊക്കെ ലോക ചരിത്രത്തിലുണ്ട്. എത്ര പ്രക്ഷോഭം നടന്നിട്ടുണ്ട്, രക്തരൂക്ഷിത പ്രക്ഷോഭങ്ങൾ. ഇപ്പൊ ഇവിടെ CAയുടെ പേരിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി, എന്തൊക്കെ തരത്തിലുള്ള തെമ്മാടിത്തരം ചെയ്തു. മതസൗഹാർദ്ദം തകർക്കുക മാത്രമല്ല, ഈ നാടിന്റെ സ്വൈരവും സമാധാനവും നിയമവ്യവസ്ഥയും ഒക്കെ തകർത്തു. എന്നിട്ട് ഇതുപോലെ കേസെടുത്തിട്ടുണ്ട്. എടുത്ത കേസുകളെല്ലാം പിൻവലിച്ചു കൊടുത്തു. ഇപ്പൊ ഭക്തർക്കൊപ്പം നിൽക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ മറ്റു ഭക്തർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളെ കയറ്റിയത് എന്നായിരുന്നു. പക്ഷെ അന്ന് സ്ത്രീകളെ കയറ്റിയത് ഭക്തർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയായിരുന്നു. ഇന്നിപ്പോ പണമുള്ളവരെ വിളിച്ചു കയറ്റുന്നതും ഭക്തർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ്. ഓരോ ക്യാപ്ഷൻ ഉണ്ടാക്കിയാൽ മതി ഇവർക്കൊക്കെ. കാരണം ഇവർക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ട് ഒരു ക്യാപ്ഷൻ കിട്ടിയാൽ മതി. ഭക്തർക്കൊപ്പം, ഭക്തർക്ക്. ഇപ്പൊ ഇതും പറയുന്നത് ഭക്തർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണത്രേ ഈ കോടികൾ പൊടിച്ചുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ പിണറായിയുടെയും വാസവന്റെയും ഒരു ഷോ നടത്താനുള്ള ഒരു പരിപാടി. വേറെ യാതൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഒരു ഷോയാണ് അവിടെ. അവർക്ക് ശരണം വിളിച്ചിറങ്ങി പോരുമെന്ന് മാത്രമാണ് ഇനി ഞങ്ങൾ ഇതില് നമുക്ക് വിഷയം. ശരണമന്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പിണറായിക്കും വാസവനും ശരണം വിളിച്ച് പോരേണ്ടി വരുമോ എന്നുള്ളത് മാത്രം. നമ്മളിപ്പോ ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ഇതിന്റെ പോസ്റ്റർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിനെ കാണാനില്ല എന്നുള്ളതാണ്. അയ്യപ്പനില്ല, അതാ പറഞ്ഞത്. അതിലുള്ളത് പിണറായിയും വാസവനുമാണ് കാണുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ല, അയ്യപ്പനില്ല, അയ്യപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ വികസനം കൊണ്ടുവരാൻ കഴിയുന്നതാണ് മറ്റേ നമ്മുടെ PM ശ്രീ പദ്ധതി. അത് ഇവിടെ എടുക്കാത്തത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. ശതകോടികളുടെ ഫണ്ട് ഇവിടെ കൊടുക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ആ പദ്ധതി ഇവിടെ എടുക്കാത്തത്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പിണറായി വിജയന്റെയും മറ്റേ അതാത് കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഫോട്ടോ കൊണ്ടുവന്ന് എല്ലാ സ്കൂളിലും വെക്കും. ഇനിയിപ്പോ ബാധ കയറാണ്ടിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ് എനിക്ക് നിശ്ചയം. പ്രധാനമന്ത്രിയുടെ പറ്റില്ല, ഇത് വെക്കണം എന്ന് പറഞ്ഞാൽ വെക്കും. അതേപോലെയാണ് ഇപ്പോൾ ശബരിമലയിൽ വരെ ചിലപ്പോൾ ഇവരുടെയൊക്കെ ഫ്ലക്സുകൾ കൊണ്ടുവച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ അയ്യപ്പന്മാരുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഫ്ലക്സ് ആണ് എല്ലായിടത്തും നിറയുന്നത്. അപ്പോ ഇതൊക്കെ ഇരട്ടത്താപ്പല്ലേ സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ കയറാൻ പറ്റും. ജനങ്ങൾ മനസ്സിന്ന് പടിയിറക്കി വിടുക. ശരിക്കും പറഞ്ഞാൽ CPMന്റെ അണികളെ പോലും വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ പോലും ഈ കാര്യം വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡിന് ഉത്തരവ് ഇറക്കേണ്ടി വന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് വന്നോളാം, അങ്ങനെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി വരില്ല എന്ന് അവർക്ക് ഉറപ്പാ. സഖാക്കൾ വരെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി വരില്ല. അതുകൊണ്ടാണ് അവർക്ക് ദേവസ്വം കമ്മീഷണർക്ക് ഉത്തരവ് ഇറക്കേണ്ടി വന്നു. ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് യാത്രാ ചെലവും ഭക്ഷണവും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുത്തോളാം എന്ന് ഹൈക്കോടതി ഇത് കൂട്ടിക്കെട്ടി കൈ കൊടുത്തു എന്നിരുന്നാണ്. ഇപ്പൊ വത്സേട്ടൻ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ആ ഇടയ്ക്ക് കേൾക്കേണ്ടായി. അപ്പൊ വത്സേട്ടനെ ഒക്കെ പറയുമ്പോൾ, ടീച്ചർ പറയുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ജനം TVയുടെ റിപ്പോർട്ടർമാരോട് സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെ അവർക്ക് കുറച്ചും കൂടി വലിയൊരു വിശ്വാസം, എന്നുവെച്ചാൽ ഈ സംവിധാനങ്ങളിൽ നിന്നെല്ലാം ഉപരിയുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് തകർത്ത് തരിപ്പണമാക്കിയ വിശ്വാസം കയ്യിൽ കൊടുത്തതിന്റെ ഒരു ഫലമായിരുന്നില്ലേ? തീർച്ചയായും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും അന്ന് സർക്കാർ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല, ദേവസ്വം ബോർഡിന്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടില്ല. അന്ന് ജനങ്ങൾ മുഴുവൻ താല്പര്യത്തോടെ നമ്മളെ, ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയമായ ചില കെട്ടുപാടുകളെ കൊണ്ട് അവർക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഞങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നു. ഇത് ഒരിക്കലും അവിടെ ആചാര ലംഘനം നടക്കരുത് എന്ന് മുഴുവൻ ആളുകളും പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ CPMന്റെ ഈ മറ്റേ 2 or 3 നേതൃത്വത്തിൽ നിൽക്കുന്നവർ ഒഴിച്ച് ബാക്കി ആളുകളുടെ മുഴുവൻ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടാവും അവിടെ ആചാര ലംഘനമൊന്നും നടക്കരുത് എന്നുള്ളത്. പക്ഷെ എന്നിട്ടും അവരത് വാശിയോട് കൂടിയിട്ട് നടപ്പിലാക്കി. മാധ്യമങ്ങളൊക്കെ അതിന് കൂട്ടുനിന്നു. ജനം TV ഒഴിച്ചുള്ള മാധ്യമങ്ങളൊക്കെ ഒരു പക്ഷെ ഒരു പരിധിവരെ അമൃത TVയും ഒഴിച്ച് ബാക്കി മാധ്യമങ്ങളൊക്കെ ഇവരുടെ ഇതിന് കൂട്ടുനിന്നു. അതുകൊണ്ടാണല്ലോ തല്ലുകൊണ്ട് ഓടേണ്ട ഒരു സ്ഥിതി വരുമെന്ന് ഭയന്ന് അവരെല്ലാം അവിടുന്ന് പോയത്. അവരെ ജനങ്ങളുടെ മനസ്സ് പഠിച്ചത്. അവരെ ആരും ആക്രമിച്ചിട്ടില്ല. പക്ഷെ അവർക്കൊരു തോന്നൽ വന്നു, ഇനി അവിടെ നിന്നാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ബാക്കി എല്ലാ മാധ്യമങ്ങളും ഇവിടുന്ന് പോയൊരവസ്ഥയുണ്ടായി. അപ്പോൾ മാധ്യമങ്ങൾ പോലും അന്ന് ഭക്തരോടൊപ്പം നിൽക്കാതിരിക്കാൻ കാരണം ഈ സർക്കാരിന്റെ ഒരു അധികാര ഹുങ്ക് അവരുടെ മേലും കാണിച്ചു. ഇപ്പൊ അമ്മമാരുടെ പ്രക്ഷോഭങ്ങള് നമ്മൾ കണ്ടു, അതിനൊപ്പം തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടു നമ്മൾ അവിടെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ എന്ന് പറയുന്ന തത്വത്തിന്റെ വലിപ്പം എന്താണെന്നോ, തത്വമസി എന്ന് പറയുന്ന വലിയൊരു
തത്വം അവിടെ ഉണ്ട് എന്നുള്ളത് ഒന്നും അറിയില്ലായിരിക്കും. പക്ഷെ അയ്യപ്പനോടുള്ള ഒരു സ്നേഹമാണ്, വളരെ നിഷ്കളങ്കമായ സ്നേഹമാണ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതുപോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ആ വൈബ് കുട്ടികൾ ഉൾക്കൊണ്ടിരുന്നു അവിടെ എന്താണ് എന്നുള്ളത്. അത്ര പോലും ഇവർക്ക് കാരണം അസുരന്മാർക്ക് അങ്ങനെയല്ലേ മനസ്സ് വരുള്ളൂ. തികഞ്ഞ ആസുരികതയാണ് ആ കാട്ടിക്കുട്ടിയത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തു. ഇനി എന്ത് തന്നെ അതിന് പരിഹാരം അവർ ചെയ്താലും ഭക്തജനങ്ങളുടെ വിശ്വാസം ഒരിക്കലും അവർക്ക് കിട്ടില്ല. അവരിനി എവിടെ സംഗമം നടത്തിയാലും ശരി, ഇനി പൊന്നോണ്ട് പൊതിഞ്ഞാലും ശരി, ഒരു ഭക്തന്റെയും വിശ്വാസം അവർക്ക് കിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച് ഗണപതി വരെ മിത്താണ്. ആ ഗണപതിയുടെ സന്നിധിയിലാണ് ഇപ്പൊ അവർ പോയി കൂടുന്നത്. പമ്പ ഗണപതിയുടെയാണ് സന്നിധി. ആ പമ്പ ഗണപതിയുടെ സന്നിധിയിലാണ് അവർ പോയി കൂടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ പൊളിഞ്ഞു ആദ്യം. തങ്ങൾ മിത്തെന്ന് പറഞ്ഞ ആളെ മുന്നിൽ തന്നെ ചെന്നിട്ട് സംഗമം നടത്തേണ്ട ഒരു ഗതികേട് വന്നു. പിന്നെ അയ്യപ്പന്റെ ജനനത്തെ വരെ കളിയാക്കിക്കൊണ്ട് SFIക്കാർ ഓരോ കോളേജുകളിലും വയ്ക്കുമ്പോൾ CPM വിലക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അതിനെപ്പറ്റി ഒരു പരാമർശം വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് ഉണ്ട്, ദേവസ്വം മന്ത്രിയുണ്ട്. ആ ചെയ്തത് തെറ്റാണ്. ശബരിമലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാന സ്രോതസ്സെങ്കിൽ അയ്യപ്പനെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ എഴുതരുത്. ഒരു പ്രതിഷേധ പ്രസ്താവനയെങ്കിലും ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വം മന്ത്രിയുടെയോ ഭാഗത്തു നിന്ന്. പക്ഷെ ദേവസ്വം മന്ത്രിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ്. തീർത്ഥം വരെ താഴെ കളയുന്ന അയ്യപ്പനെ മുന്നിൽ അറിയണ്ടേ, അവർക്ക് എന്താ ഇതെന്ന് അറിയണ്ടേ. തീർത്ഥം തഴയല്ലേ ഏത് ഈ മറ്റേ CPMന്റെ ഭാഗത്ത് നിന്ന് ജയിച്ചു കയറിയ ഏത് ദേവസ്വം മന്ത്രിയാണ് സന്നിധാനത്ത് പോയി തൊഴുതിരിക്കുന്നത്? വാസവനടക്കം നമ്മൾ കണ്ടത് കയ്യും കെട്ടിയോടെ നിൽക്കുകയാണ്. അയ്യപ്പനെ തൊഴാനല്ലെങ്കിൽ എന്തിനാണ് ഇവര് അതിന്റെ മുന്നിൽ പോണത്? ഇപ്പൊ അവർക്ക് വികസനം പമ്പയിൽ നിന്നിട്ട് വികസിപ്പിക്കാമെങ്കിൽ ശബരിമല കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്തൂടെ? എന്തിനാണ് സന്നിധാനത്തേക്ക് പോണത്? അതൊരു ആചാരമൊന്നുമില്ലല്ലോ. നട തുറക്കുമ്പോ മന്ത്രിമാരെ അയ്യപ്പൻ കാണണം എന്നുള്ളത് ഒരു ആചാരമൊന്നുമില്ലല്ലോ. അയ്യപ്പനിൽ താല്പര്യം ഉണ്ടാവും. അപ്പൊ മറ്റു ഭക്തരുടെ അവസരം കളഞ്ഞുകൊണ്ട് ഇവരുടെ പൃഷ്ഠം തൊഴേണ്ട ഗതികേട് വരുത്തേണ്ട പുറകിൽ നിൽക്കുന്ന ഭക്തർക്ക്. പിന്നെ ഇവര് തൊഴുകയാണെങ്കിൽ ആർക്കും ആക്ഷേപമില്ല. ഇവർക്കൊന്ന് തൊഴണ്ട, കിട്ടുന്ന തീർത്ഥം എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, പ്രസാദം മനസ്സോടെയല്ല വാങ്ങിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിൽ എന്തിനാണ് ഭക്തരുടെ വഴി മുടക്കണത്? അപ്പൊ ഇതൊക്കെ കാട്ടിക്കൊടുക്കുന്നത് പണം. ശബരിമലയിലെ പണം വേണം, വിശ്വാസിയെ വേണ്ട, വിശ്വാസത്തെ വേണ്ട, ആചാരത്തെ വേണ്ട. പക്ഷെ ശബരിമല കുറച്ച് കാലങ്ങളായി ഇവരുടെ ഒരു ടാർഗറ്റ് ആയിട്ട് തോന്നുന്നില്ലേ? ഇപ്പോ ഇത്തരത്തിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ ശബരിമലയിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് ഓരോ മണ്ഡലകാലം ആകുമ്പോഴും. ഇപ്പൊ KSRTC നിലയ്ക്കലിൽ നിന്ന് നമ്മൾ പമ്പ വരെ എത്തണമെങ്കിൽ KSRTC മാത്രമാണ് ഒരു ഉപാധിയായിട്ടുള്ളത്. ആ KSRTCക്ക് ഇരട്ടി പണം കൊടുക്കേണ്ടി വരും. ഈ ശബരിമലയിലേക്ക് കയറി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അപ്പവും അരവണയും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനും എത്രയോ പൈസ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോ എല്ലാ രീതിയിലും ഒരു ഭക്തനെ എങ്ങനെ പിഴിഞ്ഞെടുക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ സർക്കാരും ദേവസ്വം ബോർഡും നിൽക്കുന്നത് എന്നല്ലേ തോന്നുന്നത്? തീർച്ചയായും ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് എനിക്ക് ഒരു ചോദ്യത്തിൽ. അതായത് ഒന്ന്, ശബരിമല ടാർഗറ്റാണ്. ശബരിമല മാത്രമല്ല, എവിടെയൊക്കെയാണോ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നത് അവിടെയെല്ലാം ഇത്തരത്തിൽ അവരുടെ ഒരു നിഗൂഢമായ അജണ്ടയുണ്ട്, നശിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥല വിശദമായി ചർച്ച ചെയ്തതാണ്. ധർമ്മസ്ഥല എത്ര വലിയ നാടകമാണ് അവിടെ മെനഞ്ഞുണ്ടാക്കിയത്. ഇതേ നാടകം ശബരിമലയിലും അരങ്ങേറിയിട്ടുണ്ട്. അത് കൊലപാതകമാണെങ്കിൽ അതിലും വലിയ പാതകമാണ് ഇവിടെ നടന്നത്. ഇവിടെ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു 2008-07 വർഷം, എനിക്ക് കൃത്യം ഓർമ്മയില്ല, 2008 തോന്നുന്നു. പിന്നെ ഒരു ദേവപ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അയ്യപ്പന് സ്ത്രീ സ്പർശം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പരാമർശം ഉണ്ടായി. ഈ പരാമർശത്തിൽ മഷി പുരളുന്നതിന് മുമ്പ് ജയമാല എന്ന നടി പറയുകയാണ്, ഞാനാണത്, അയ്യപ്പനെ തൊട്ടത് ഞാനാണ്. എങ്ങനെ തൊട്ടു? ഞാൻ തിരക്കിൽ വീണു, അയ്യപ്പന്റെ മേലിക്ക് വീണു. അവർ പറഞ്ഞതാണ്. ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയ ഒരാൾക്കറിയാം, വീഴ പോയിട്ട് ഒരാളെ എടുത്തെറിഞ്ഞാൽ വിഗ്രഹത്തിലേക്ക് എത്തില്ല. കാരണം വിഗ്രഹം അത്ര മാറിയായിരിക്കുന്നു, വിഗ്രഹത്തിലേക്ക് എത്തില്ല. സോപാനമുണ്ട്, എങ്ങനെ ഇത് കയറി വീഴ? താഴെ നിൽക്കുന്ന ആളെങ്ങനെ കയറി വീഴ? അപ്പൊ അത് വെറുതെ പറഞ്ഞതാണ്. പക്ഷെ അതൊരു കോലാഹലം ഉണ്ടാക്കി. ഈ കോലാഹലമാണ് ഡൽഹിയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പോകാൻ കാരണം. ഈ ജയമാലയുടെ ഈ പരാമർശവും ഇതുണ്ടാക്കി തീർത്ത പ്രതികരണങ്ങളും. അപ്പോഴാണ് ഇവിടെ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നു എന്ന്. പക്ഷെ അവർ ധരിച്ചത് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നു എന്നാണ്. ഇത് സത്യം പറഞ്ഞാൽ അവർക്കാർക്ക് ഒരു എത്തുപിടിയില്ല. കാരണം ഉത്തരേന്ത്യക്കാർക്ക് പലർക്കും അയ്യപ്പൻ എന്ന സങ്കല്പം അറിയില്ല, ശബരിമലയെ പറ്റി അറിയില്ല. ഇപ്പൊ എനിക്കറിയാം, നമ്മുടെയൊക്കെ സംഘടനയിൽപ്പെട്ടവർ പോലും എന്നോട് വിശദമായിട്ട് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് ഒരു ദിവസം എന്റെ മുന്നിൽ 1.5 മണിക്കൂർ ടീച്ചർ എന്താണ് അത് വിഷയം, അവർക്ക് അറിയില്ല. കാരണം അവർക്ക് അയ്യപ്പൻ എന്ന സങ്കല്പം നിശ്ചയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ജയമാല വിവാദമാണ് ഈ കേസിന്റെ അടിസ്ഥാനം ഉണ്ടായത്. അപ്പോൾ ധർമ്മസ്ഥലയിൽ നാടകം മെനഞ്ഞെടുത്തതുപോലെ തന്നെ ജയമാലയിലൂടെ ഒരു നാടകം മെനഞ്ഞെടുത്തു. എന്നിട്ടാണ് യങ് ലോയേഴ്സ് അസോസിയേഷന്റെ പേരിൽ
അവിടെ കേസ് കൊടുക്കണം. ഈ ഒപ്പിട്ട 5 സ്ത്രീകൾക്കും 5 വക്കീലമാർക്കും ഇതിനെപ്പറ്റി ഒരു പിടുത്തമില്ല. അവരെന്നെ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് അവർ പറഞ്ഞപ്പോൾ കേസ് നിന്നു. ഈ വാദികളായ 5 പേര്, 5 യുവതികൾ, അവരോട് പറഞ്ഞ ഇതൊരു സെൻസിറ്റീവായ വിഷയമാണ്, അവിടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നു, നിങ്ങൾക്ക് പേരെടുക്കാം, നിങ്ങളുടെ പേരിൽ കൊടുക്കാം. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല, അവരുടെ പേരിൽ കേസ് പോയിട്ടേ ഉള്ളൂ. യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ ഒരു നാസറാണ് അതിൻ്റെ ആളുണ്ടായിരുന്നത്. അതിലേക്ക് വഴി വെച്ചത് ജയമാലയുടെ ഈ ഒരു അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടാണ് 2018 ആചാര ലംഘനം വരെ കൊണ്ടുവന്നെത്തിച്ചത്. അതുവരെ പലപ്പോഴും എലിവാല് നീതിച്ചു, മറ്റേത് നീതിച്ചു, കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, വിവാദങ്ങളുടെ വേലിയേറ്റം എപ്പോഴും ഉണ്ടാക്കും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കുറേ വർഷങ്ങൾ അത് പിന്നെ പൊളിച്ച് കൈ കൊടുത്തുകൊണ്ട് നിന്നതാ. പിന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിരമായി പൊട്ടാൻ പോവുക മണ്ഡലകാലത്തായിരുന്നു. സ്ഥിരമായിട്ട് മണ്ഡലകാലത്തിന് മുമ്പ് മുല്ലപ്പെരിയാറിന് വളരെ ഉറപ്പാണ്. മണ്ഡലകാലം കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ പൊട്ടില്ല. കൃത്യമായിട്ട് വൃശ്ചിക മാസം 1-ാം തീയതി ആവാൻ തുടങ്ങിയാൽ ആകെ ബഹളാണ്. മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും, 4 ജില്ല പോവും, അത് പോവും, ഇത് പോവും, ബഹളത്തോട്. ഇത് എനിക്ക് പറഞ്ഞു, ഞാൻ 1979 ഞാൻ TTC ബിഎഡും കഴിച്ചത്. ഈ TTCക്ക് അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സെമിനാർ ആയിരുന്നു മുല്ലപ്പെരിയാർ വിഷയം. ഈ മണ്ഡലകാലത്താണ് മുല്ലപ്പെരിയാർ. അന്ന് ഞാൻ അതിനെ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് സെമിനാർ അവതരിപ്പിക്കേണ്ടി വന്ന ആളെ. കാരണം നമുക്ക് ഏത് വിഷയം, നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് അവിടെ തീരുമാനിക്കുക ചെയ്യും. അന്ന് ഞാൻ എന്തൊക്കെ പോയിന്റുകളാണോ കണ്ടെത്തിയത് ആ പോയിന്റുകൾ തന്നെയാണ് 10 വർഷം മുമ്പും പറഞ്ഞിരുന്നത്. 40 കൊല്ലം മുമ്പ് മുല്ലപ്പെരിയാറിന് എന്തൊക്കെയാണോ ബലക്ഷയം എന്ന് പറഞ്ഞാൽ 40 കൊല്ലം ഈ ബലക്ഷയം അവിടെ നിന്നു. പക്ഷെ ഇതൊക്കെ കൃത്യം മണ്ഡലകാലം വന്നാലാണ്. എന്നിട്ട് തമിഴ്നാടിന് കേരളത്തിൽ നമ്മൾ തെറ്റിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുക, അയ്യപ്പന്മാര് ഇങ്ങോട്ട് പോവരുത് എന്ന് പറയുക, അങ്ങനെ കുറെ നോക്കി. അവസാനം ഇത് പൊളിച്ച് കൈ കൊടുത്തു. എല്ലാവരും പറഞ്ഞത് മണ്ഡലകാലത്താണ് ഇത് ഇളകണത് എന്ന് പറഞ്ഞോണ്ട് പിന്നെ ആ മണ്ഡലകാലത്തുള്ള അസുഖം കാര്യമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇന്നും ശബരിമലയെ ലക്ഷ്യം വെക്കുന്നുണ്ട്. കാരണം മതം മാറ്റ മാഫിയകൾക്ക് ഒരു വലിയ ഭീഷണിയാണ് ശബരിമല. ഒരിക്കൽ എന്നോട് ഒരു ഫാദർ തന്നെ, ക്രിസ്ത്യൻ ഫാദർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മതം മാറ്റത്തെ പറ്റി ഞങ്ങളാണ് വേവലാതിപ്പെടേണ്ടത്, നിങ്ങളല്ല വേവലാതിപ്പെടേണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞങ്ങൾ ശതകോടികൾ ഇറക്കുകയാണ് ഇവിടെ മതം മാറ്റത്തിന് വേണ്ടി. ഞങ്ങൾ കൊടുക്കുമ്പോൾ അവര് ഇതൊക്കെ കേൾക്കും, ഞങ്ങൾ പറഞ്ഞ പോലെയൊക്കെ കേൾക്കും. അവരെല്ലാ ഫോട്ടോ മാറ്റി യേശുവിൻ്റെ ഫോട്ടോ അവിടെ വെക്കും, ഞങ്ങൾ കൊടുത്ത കൊന്തയിടും, കുരിശിടും, ഒക്കെ ശരിയാണ്. പക്ഷേ മണ്ഡലകാലം വന്നാൽ എവിടുന്നെങ്കിലും ഒരു ശരണം വിളി കേട്ടാൽ ഈ കൊന്ത ഊരിയിട്ടിട്ട് അവരൊരു അയ്യപ്പ മുദ്ര എടുത്ത് ശരണവും വിളിച്ച് അവരൊരൊറ്റ പോക്ക് പോവും, കാശ് ചെലവാക്കിയാൽ ഞങ്ങൾ വേപ്പിട്ട് നോക്കി നിൽക്കുകയും ചെയ്യും. കാരണം ഇവിടെ മനസ്സ് മാറ്റാൻ, ഭാരതത്തിന്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അയ്യപ്പൻ അതിലൊരു അവരെ സംബന്ധിച്ചൊരു പ്രതിയാണ്. അപ്പൊ അതുകൊണ്ട് ശബരിമല തകർക്കുക എന്നുള്ള അജണ്ടയുണ്ട്. അതില് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി ഉണ്ടാക്കാനുള്ള, അതാണ് ആ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം. അതാണ് സാമ്പത്തികമായി എങ്ങനെ അയ്യപ്പനെ പിഴിയാം എന്നതിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പ ആരാധന കൊണ്ട് മാത്രം കേരളത്തിന് മുന്നോട്ട് പോകാം. ഇപ്പൊ ഒരു വാക്ക് ഉപയോഗിച്ചു, പിൽഗ്രിം ടൂറിസം. ആ വാക്ക് കുറച്ച് കഠോരമാണെങ്കിലും സർക്കാരിനത് പ്രയോജനപ്പെടുത്താൻ പറഞ്ഞു. പിൽഗ്രിം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ശബരിമലയെ പറയണ്ട, പക്ഷേ ഇവിടെ ധാരാളം ആളുകൾ എത്തുന്നു. കേരളത്തിന്റെ അതിർത്തി കടന്നാൽ അവരൊരു നയാ പൈസ ചെലവഴിച്ചാൽ അതിന്റെ നേട്ടം കിട്ടുക കേരള സർക്കാരിന്. ഇവിടുത്തെ പമ്പുകളിൽ എണ്ണയടിക്കലാകട്ടെ, ഇവിടെ അവർ ചെലവാക്കുന്ന കാര്യങ്ങളാകട്ടെ, ഇതിൻ്റെയൊക്കെ നികുതിയായിട്ട് വരുന്നത് കേരള സർക്കാരിനാണ്. ഇതിന്റെ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നത് കേരളത്തിനകത്താണ്. കേവലം ഭണ്ണാരത്തി വീഴുന്ന പൈസയല്ല പറയണത്. അവരൊരു ചായ കുടിച്ചാൽ ആ ചായക്കട നിലനിൽക്കുന്നത് അയ്യപ്പന്മാരിലൂടെയാണ്, അല്ലെ? അതിന്റെ പുറകിലേക്ക് നമ്മളൊരു വെബ് വരച്ചു പോയാൽ ചായപ്പൊടിയാണെങ്കിലും പഞ്ചായത്ത് അങ്ങനെ നോക്കും. ഇവിടുത്തെ കേരളത്തിന്റെ സാമ്പത്തികമായ ക്രയവിക്രയത്തെ ബൂസ്റ്റ് ചെയ്യാൻ മണ്ഡലക്കാലം ഉപയോഗപ്പെടുത്താം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ഈ മണ്ഡലക്കാലത്തെ വരുമാനവും ബാക്കി സമയത്തെ വരുമാനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് 2 മാസം കൊണ്ട് എന്താ ഇവിടെ സംഭവിക്കണമെന്ന് അത് അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ മതി. പക്ഷെ അതിനു പകരം അയ്യപ്പനെ ബുദ്ധിമുട്ടിച്ച് മനസ്സ് മടുപ്പിച്ച് തിരിച്ചു പറഞ്ഞയക്കാനുള്ള ഒരു സംവിധാനം തിരുപ്പതിയിൽ എത്ര നന്നായിട്ടാണ് അവിടെ വരുന്ന ഭക്തരെ കൈകാര്യം ചെയ്യുന്നത്. പഴനിയിൽ ചെല്ലുന്നവർക്ക് അവർ ബാറ്ററി കാർ ഇട്ട് കൊടുത്തിട്ടും ഒക്കെ വളരെ കാര്യമായി ഭക്തരെ അവർ പരിപാലിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയോ ഈ പറഞ്ഞ പോലെ നിലയ്ക്കൽ എരുമേലി KSRTCയുടെ കടം മാറ്റാൻ വേണ്ടി മാത്രം ഉള്ളതാണ് നിലയ്ക്കൽ എരുമേലി. ഉള്ള പഴയ വണ്ടി മുഴുവൻ അവിടെ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഏറ്റവും കൂടിയ ചാർജ് എങ്ങനെ ഈടാക്കാമോ, ഉത്സവ കാലം എന്ന് പറഞ്ഞുകൊണ്ട് 30% ചാർജ് അധികം മേടിക്കുന്നു. നമ്മളൊരു ആലുവ ശിവരാത്രി മാതിരിയോ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ നിൽക്കുന്ന ഉത്സവമല്ല ഇത് എല്ലാ വർഷവും എല്ലാ മാസവും ദിവസങ്ങൾ നിൽക്കുന്നു. മാത്രമല്ല ഇത് കഷ്ടി 60 ദിവസത്തോളം നിൽക്കുന്ന ഒരു തീർത്ഥാടനം. അതിനെങ്ങനെയാ ഉത്സവകാലം എന്ന് പറയുക?
ഒരു ദിവസത്തെ 2 ദിവസത്തെ ഒരു ഉത്സവത്തിന് നമ്മൾ ചർച്ച മനസ്സിലാക്കുക. ഇത് അതല്ലല്ലോ അത്. അപ്പോ ഇത് കോടതിയിൽ ചെന്നാൽ പോലും അത് അംഗീകരിച്ച് കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും കോടതിയിൽ ചെന്നാൽ പോലെ 30% ചാർജ് വർധന അവർ അംഗീകരിച്ചു കൊടുക്കുന്നു. സർക്കാരിന് അത് ഒഴിവാക്കാം. ഹജ്ജ് സബ്സിഡി നമ്മുടെ ഭാരതം കൊടുത്തിരുന്നു, സുപ്രീം കോടതിയാണല്ലോ നിർത്തിയത്. അതൊരു പ്രത്യേക പരിഗണനയുടെ പുറത്തല്ലേ കൊടുക്കുന്നത്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും മറ്റേ നമ്മുടെ കേദാർനാഥ് അല്ലെങ്കിൽ കൈലാസ തീർത്ഥാടനത്തിനൊക്കെ കൊടുക്കുന്നത് അത് അവരുടെ ഒരു മനസ്സുകൊണ്ട് കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ ഒരു മനസ്സ് വെച്ചാൽ ഇത് ഒഴിവാക്കി കൊടുക്കാമല്ലോ. ഈ 30% ചാർജ് വർധന എന്നുള്ളത് ഒഴിവാക്കി കൊടുക്കാമല്ലോ. അവിടെ ചെന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനടക്കം എല്ലാ കാര്യങ്ങൾക്കും അയ്യപ്പൻ എന്നാൽ അത് വൃത്തിക്ക് കൊടുക്കൂ, ഭംഗിക്ക് കൊടുക്കൂ. കഴിഞ്ഞ സീസണിലല്ലേ ഒരു പാവ സ്ത്രീ തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഇതിൽ തൊട്ടപ്പോൾ പിന്നെ ഷോക്ക് അടിച്ചിട്ട് മരിച്ചത്. ഈ കുടിവെള്ളം കൊടുക്കുന്ന സ്ഥലത്ത് പോലും അതിന് ഷോക്ക് ഉണ്ടോ എന്ന് പോലും പരിശോധിച്ചിട്ടില്ല. അയ്യപ്പൻ ഇത് മതി എന്നുള്ളതാണ്. ദാഹിച്ചിട്ടാവില്ല ഒരു വെള്ളത്തിന്റെ അടുത്ത് പോകുക, ആ വെള്ളം തൊട്ടിട്ട് അവർ മരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നിരുത്തരവാദിത്വമല്ലേ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് അയ്യപ്പൻ ഇത്ര മതി. കാരണം സംഘടിത വോട്ട് ബാങ്കിന്റെ ദൈവമല്ല അയ്യപ്പൻ. അവിടെയാണ് അയ്യപ്പൻ ജനകോടികളുടെ ആരാധ്യമൂർത്തിയാണ്, പക്ഷെ സംഘടിത വോട്ട് ബാങ്കിന്റെ ദൈവമല്ല. അതാണ് അയ്യപ്പന്മാർ അനുഭവിക്കുന്നത്. ശബരിമല എന്ന് പറയുന്നത് ഒരിക്കലും മലയാളികളുടെ മാത്രമല്ല. നമുക്കറിയാം, ആന്ധ്രയിൽ നിന്നാണെങ്കിലും കർണാടകയിൽ നിന്നാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും എല്ലാം ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സങ്കേതമാണ്. അപ്പോൾ ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു വാദം വളരെ ഇപ്പൊ പിണറായി വിജയനാണെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആണെങ്കിലും ഇവരെല്ലാം നേതൃത്വം നൽകുന്ന ഒരു വാദമാണ്. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഈ സംഗമത്തിന് പിന്നിൽ ഇവരെ ഉദ്ദേശിക്കുന്നുണ്ടാകുമോ എന്നുള്ള ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്. അയ്യപ്പൻ കട്ട് ചെയ്ത് മാറ്റുന്നതിന്റെ ആളല്ല, അയ്യപ്പൻ ഒന്നിപ്പിക്കുന്നതിന്റെ ആണ്. അയ്യപ്പൻ എന്ന വാക്ക് തന്നെ 5ന്റെയും അപ്പനാണ്. എല്ലാ 5 അത് പണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചാതുർവർണ്ണയ പഞ്ചഭൂതങ്ങളൊക്കെ പറയുമെങ്കിലും ചാതുർവർണ്ണയ വ്യവസ്ഥക്കാലത്ത് ചിന്തിച്ചാലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇത് പറഞ്ഞാൽ തന്നെ വർണ്ണത്തിന് അപ്പുറത്ത് നിൽക്കുന്നതാണ്. 5ന്റെയും അപ്പനാണ്. ഒരു പക്ഷെ ഇത്തരം നമ്മളെല്ലാം ഒരുമിപ്പിക്കുന്ന ശക്തി അയ്യപ്പനാണ്. അപ്പൊ അയ്യപ്പൻ ഭിന്നിപ്പിന്റെ ശക്തിയല്ല, ഒരുമിപ്പിക്കേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ അജണ്ട നടക്കില്ല. ഇത് വെറും ഒരു ഓളമാക്കി കുറെ പണം ചെലവഴിച്ച് ഇതവിടെ അവസാനിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കും. ഇപ്പൊ നമ്മള് പന്തളത്ത് നടത്തുന്ന ഈ ശബരിമല വിശ്വാസ സംരക്ഷണ സംഗമം എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഭക്തർക്ക് യഥാർത്ഥമായി ശബരിമലയിൽ എന്തൊക്കെ വികസനം വേണം എന്നുള്ള കാഴ്ചപ്പാടുകൾ അറിയിക്കാനൊക്കെ നമുക്ക് അതിലൂടെ സാധിക്കുമോ? തീർച്ചയായും. കാരണം ഇവിടെ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപക ആചാര്യനായ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ശ്രമഫലമായി ഒരു മാസ്റ്റർ പ്ലാൻ ഹരിവരാസനം പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്, ശബരിമലയിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ അതിലേക്കൊന്നും ശ്രദ്ധ പോയില്ല. അവിടെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്കറിയാം. കാരണം വനഭൂമിയാണ്, അത് പ്രകൃതിയുടെ പക്ഷെ എന്നിരുന്നാലും ഭക്തർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള വനഭൂമി നശിപ്പിക്കാതെ തന്നെ അവിടെ പലതും നടപ്പാക്കാം. പക്ഷെ അതിന് ഇച്ഛാശക്തിയില്ല. പലപ്പോഴും ആ മണ്ഡലക്കാലം വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി. ദീർഘകാലമായിട്ടുള്ള ഒരു പദ്ധതി അവിടെ നടപ്പാക്കുന്നില്ല. അപ്പോൾ വിശ്വാസത്തോടൊപ്പം വികസനവും, ഇതാണ് നമ്മുടെ വിശ്വാസം ഒരിക്കലും ഹനിക്കരുത്, എന്നാൽ വികസനം വേണം താനും. അപ്പൊ ആ നിലയിലുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് സമർപ്പിക്കണം. വിശ്വാസത്തെ ഹനിക്കാത്ത വിധത്തിലുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് സമർപ്പിക്കണം. അതോടൊപ്പം ഭക്തർക്ക് ആശങ്കയുണ്ട്. ഈ 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപ ഫൈൻ കെട്ടിയിരിക്കുന്നു അയ്യപ്പ ഭക്തർ. ഇവരുടെ ഈ ഒറ്റ അഹങ്കാരം കൊണ്ട് മാത്രമല്ല സംഭവിച്ചത്. കോടിക്കണക്കിന് രൂപ ഫൈൻ കിട്ടുന്നു. മാത്രമല്ല അവരിപ്പോഴും കോടതിയുമായിട്ട് കയറി ഇറങ്ങുകയാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ കേസ് ഓരോ കേസായിട്ടാണ് ഹൈക്കോടതി ഒഴിവാക്കുന്നത്. ഒരു കേസ് ഈ 993 കേസുകൾ അങ്ങനെ ഒഴിവാക്കി വരുമ്പോഴേക്കും ഞങ്ങളുടെ ഈ ജമ്മൊന്നും മതിയാവില്ല, ആ കേസ് ഒഴിവാക്കി പോരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കേസ് പോലും അവർ പിൻവലിച്ചില്ല. ഇതിനെല്ലാം നാമം ചെല്ലിയതിന് വരെ നമ്മൾ ഫൈൻ അടച്ചിട്ടാണ് ഒഴിവാക്കുന്നത് കേസുകൾ. അപ്പൊ ആ കേസുകൾ പിൻവലിക്കണം. മാത്രമല്ല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണന കിടക്കുക. അതന്ന് ഭക്തരുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമല്ല നമ്മൾ അത്രയും നിയമ പോരാട്ടം നടത്തുന്നത്, അത്രയും നിയമ പോരാട്ടം ശബരിമല കർമ്മസമിതിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആ നിയമ പോരാട്ടം കാര്യമായി നടന്നത്. ഭക്തരോടൊപ്പമാണെന്നൊക്കെ കോൺഗ്രസ് പറയേണ്ടായി. കോൺഗ്രസ് ഒരു ഈ ക്യാപ്ഷൻ വളരെ പറഞ്ഞു ഭക്തരോടൊപ്പം. പക്ഷെ ഒരു കേസ് പോലും കോൺഗ്രസ്സുകാർ കൊടുത്തില്ല. ആകെ കൊടുത്തു എന്ന് പറയാവുന്നത് കോൺഗ്രസിൽ എന്തോ ചുമതലയുണ്ടായിരുന്ന അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് കൊടുത്തത്. അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ നോമിനി ആയിട്ടല്ല കൊടുത്തത്. കോൺഗ്രസ് ഫണ്ട് പാർട്ടി അവർക്ക് 5 നയാ പൈസ പ്രയാർ ഗോപാലകൃഷ്ണന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പല സംഘടനകളോട് പൈസ കൊടുത്തത്.
ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചില സംഘടനകളൊക്കെ പിരിച്ചിട്ട് ശബരിമല കർമ്മസമിതിക്ക് തന്നതുപോലെ തന്നെ, കാരണം അദ്ദേഹം കേസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്തു. അല്ലാതെ കോൺഗ്രസ് ഒരു നയാ പൈസ കൊടുത്ത് സഹായിച്ചിട്ടില്ല. കോൺഗ്രസ് കേസിൽ ഇടപെട്ടിട്ടില്ല. CAA ഒക്കെ വന്നപ്പോൾ ആൾക്ക് കേസുമായിട്ട് പോയതാണ് അവർ. ഇപ്പൊ വഖഫിന് അവര് കേസുമായിട്ട് പോയി. പക്ഷെ ഭക്തരോടൊപ്പം നിന്നതല്ലാതെ ആ നിലയ്ക്കൽ എന്തൊക്കെയോ കാട്ടിക്കുട്ടിയാണ് പോയി എന്നുള്ളത്. പിന്നെ ഒന്ന് കുളിച്ച് കുട്ടപ്പനായി പൗഡറൊക്കെ ഇട്ട് പമ്പ വരെ പോയി. പമ്പേന്ന് ഞങ്ങളോട് പോണ്ടാ പറഞ്ഞ മാതിരിയല്ല, പോലീസുകാർ ഇവരോട് പൊക്കോളാനാ പറഞ്ഞു. പക്ഷെ അവര് ദേഹത്ത് ചളിയായാലോ എന്ന് വിചാരിച്ച ഒരൊറ്റയാള് പമ്പേന്ന് മേപ്പിട്ട് കയറിയില്ല. അപ്പൊ അവരത് ചെയ്തില്ല. ആ കേസൊക്കെ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. 2008 ഈ കേസ് വന്ന സമയത്ത് LDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് അത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. അതാണ് ഇത്രയും വലിയ ഇതുണ്ടാവാൻ കാരണം. ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോരുന്ന സമയത്ത് അതുവരെ അവരും തിരുത്തിയില്ല. 2016 അവർ ഇറങ്ങിപ്പോരുമ്പോ 15 അവര് അപ്പോഴാണ് അഫിഡവിറ്റ് തിരുത്തി കൊടുത്തത് യുവതീ പ്രവേശനത്തിന് എതിരാണ് എന്നുള്ള നിലയിൽ. പിന്നീട് പിണറായി സർക്കാർ വന്നപ്പോൾ ഈ കേസ് വീണ്ടും വന്ന സമയത്ത് വീണ്ടും കേരള സർക്കാരിന്റെ അഭിപ്രായമാണ് അറിയുക. ആ സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ളത് 2008 പറഞ്ഞിട്ടുണ്ട്. LDF സർക്കാരിന്റെ അഫിഡവിറ്റ് 2008 തന്നിട്ടുണ്ട്. അത് തിരുത്തുന്നില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് അതിന്റെ അർത്ഥം അവർ യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്നു. അപ്പൊ ആ അഫിഡവിറ്റാണ് ഇപ്പോഴും LDFന്റേതായിട്ട് നിൽക്കുന്നത്. അവരെ തിരുത്തിയിട്ടില്ല. തെറ്റാണ്. ഇപ്പൊ വാസവനൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അഫിഡവിറ്റ് മറ്റേ UDF കൊടുത്ത അഫിഡവിറ്റ് ഞങ്ങൾ തിരുത്തിയിട്ടില്ല എന്ന്. അവർ തിരുത്തി. UDF കൊടുത്ത അഫിഡവിറ്റ് അവർ തിരുത്തിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2008 അഫിഡവിറ്റിൽ നിൽക്കുന്നു, അത് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ യുവതീ പ്രവേശനത്തിന് അനുകൂല. ഇപ്പോഴും ആ കേസ് എടുത്താൽ കേരള സർക്കാരിന്റെ ആ അഫിഡവിറ്റാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആ കേസ് ഇപ്പോഴും അവിടെ നിൽക്കുക. എങ്ങനെ പോകും നമുക്കൊരു ധാരണയില്ല. അതുകൊണ്ട് കേരള സർക്കാർ അഫിഡവിറ്റ് തിരുത്തണം. ഭക്തരോടൊപ്പം ആണെങ്കിൽ ആദ്യം വേണ്ടത് അഫിഡവിറ്റ് തിരുത്തണം. ഭക്തർക്ക് യുവതീ പ്രവേശനം ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹമില്ല, അതുകൊണ്ട് യുവതീ പ്രവേശനത്തിനെ എതിർക്കുന്നു എന്ന നിലയിൽ അഫിഡവിറ്റ് തിരുത്തണം. അപ്പോൾ അഫിഡവിറ്റ് തിരുത്തിയില്ല, ഭക്തർക്ക് എതിരെയുള്ള കേസ് പിൻവലിച്ചില്ല. ഈ 8-9 വർഷക്കാലം ഭരിച്ചിട്ടും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അയ്യപ്പന്മാരെ പിഴിയാനും അയ്യപ്പന്മാർ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. അനാവശ്യമായ തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് ക്രൗഡ് മാനേജ്മെന്റ് അറിയാതെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളടക്കം പച്ചവെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ടി കരഞ്ഞിരുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയും ദുരിതങ്ങളാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് കൂടുള്ളൂ. ഇപ്പൊ ഇവർ പറഞ്ഞത് അയ്യപ്പന്മാരെ കൂടുതൽ ലോകത്തുനിന്ന് മുഴുവൻ അങ്ങോട്ട് വിളിക്കാൻ, ലോകത്തിന്റെ ആരാധനാ കേന്ദ്രമൊക്കെ ഇപ്പൊ വരണവർക്ക് തന്നെ അവിടെ കയറാൻ പറ്റുന്നില്ല, കേറിപ്പിക്കാനും ഇവരെ കൊണ്ട് കൂട്ടിയാൻ പറ്റുന്നില്ല. ശബരിമലയിൽ ഭക്തരുടെ ഒരു കുറവുമില്ല. ഭക്തർ കൂടുതലായതുകൊണ്ടാണല്ലോ അത്രയും തിരക്ക് വരുന്നത്. മണിക്കൂറുകൾ ക്യൂ നിൽക്കാൻ സൗകര്യമില്ല. അതിനുവേണ്ടി വിരിവെക്കാനുള്ള സൗകര്യമില്ല. എന്നിട്ടാണ് ഈ ലോകം മുഴുവനുള്ള ആളുകളെ ഇനി വിളിച്ചു വരുത്താൻ. അപ്പൊ ഈ ദുരിതപർവം കൂടുള്ളൂ. അപകടമൊക്കെ ഉണ്ടാക്കാതെ കാക്കണത് അയ്യപ്പന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പണ്ട് നമുക്കറിയാം മകരവിളക്ക് ദിവസം ഉണ്ടായിട്ടുള്ളത് അയ്യപ്പന്മാർ 102 അയ്യപ്പന്മാരുടെ ജീവൻ പോയത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊന്നും ഇനി ഉണ്ടാകരുത് എന്ന് അയ്യപ്പന്മാർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ വികസനത്തോടൊപ്പം വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ളത്. കാരണം ഈ ലോകമെമ്പാടുമുള്ളവരെ വിളിച്ചു വരുത്തുക എന്നൊരു ഉദ്ദേശത്തോട് ഈ വിളിച്ചു വരുത്തി അയ്യപ്പന്മാരെ സ്വയം മടുപ്പിച്ച് പറഞ്ഞയക്കാനാണോ? ദുരിതപർവ ഇനി ഇല്ല ഞങ്ങൾ മലയ്ക്ക്. അങ്ങനെ ഈ ആരാധന 2 തരത്തിൽ അവസാനിപ്പിക്കാലോ. അതെ, പുറത്തുനിന്ന് വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പറഞ്ഞ വിഗ്രഹമൊന്നും തകർന്നില്ല. അപ്പോഴാണ് ഈ അകത്തേക്ക് കിടന്നത്. അപ്പൊ അതേപോലെ തന്നെ നക്കിയും കൊല്ലാം കുത്തിയും കൊല്ലാം. അപ്പൊ ഇപ്പൊ ഈ നക്കിക്കൊല്ലല് അയ്യപ്പ ഭക്തരെ മുഴുവൻ കൂടുതൽ ക്ഷണിച്ചു വരുത്തി അവർ കുടിവെള്ളം കിട്ടാതെ, അവർ ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിട്ട് മലയ്ക്ക് പോകണ്ട എന്ന് സ്വയം തീരുമാനിച്ച് അവർ പോവും. അത് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടൊപ്പം അവിടെ വികസനവും നടക്കണം. ഭക്തർക്ക് അവിടെ വന്നാൽ സുഖമായി ദർശനം കിട്ടി പോകാനുള്ള ഒരവസരം ഉണ്ടാകും. അവർക്ക് പഞ്ചനക്ഷത്ര സൗകര്യം ഇപ്പൊ ഇരിക്കണ പോലത്തെ സൗകര്യം ഒന്നും വേണ്ട അവർക്ക്. പക്ഷെ ഒന്ന് ശരിക്കുള്ള അയ്യപ്പ ഭക്തന് പഞ്ചനക്ഷത്ര അവർക്ക് കല്ലും മുള്ളും കാലിക്കും എത്തേണ്. പഞ്ചനക്ഷത്രം ഒന്നും വേണ്ട. പക്ഷെ വിശപ്പും ദാഹം ഉണ്ടല്ലോ അയ്യപ്പ ഭക്തന്. പ്രാഥമിക കാര്യങ്ങളുണ്ടല്ലോ, അത് മുറക്കൊന്നും നടക്കണ്ടേ? വൃത്തിയും വെടുപ്പുള്ള ഒരു സ്ഥലത്ത് അത്തരം കാര്യം നടക്കണ്ടേ? കുടിവെള്ളം കിട്ടണ്ടേ? ഒന്ന് വിരി വെക്കണ്ടേ? അത്രയും സൗകര്യങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാക്കണം. അതിന് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക, പ്രകൃതിയെ ദ്രോഹിക്കാതെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവിടെ ചെയ്യണം. അതാണ് സംഗമത്തിന്റെ ലക്ഷ്യം. തീർച്ചയായും എന്തായാലും ഭംഗിയായി നടക്കട്ടെ എന്നുള്ളതാണ്. അതെ, നമസ്കാരം.